നേരം വെളുക്കാൻ കാലത്ത് കിളിയാള ശബ്ദം ആ ഒരു രാവിലത്തെ ആ ഒച്ചയും വിളിയൊക്കെ കേൾക്കാൻ നല്ല രസമാണല്ലേ. അപ്പം അതൊക്കെ കേട്ട് രാവിലെ തന്നെ ഇന്ന് നമ്മൾ ദോശയാണ് കേട്ടോ. കാരണം ഗ്യാസൊക്കെ തീർന്ന് ഇപ്പോൾ നല്ല രസത്തിലാണ് ഞങ്ങൾ. ഗ്യാസിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ഓല് പറഞ്ഞത് എന്താണെന്നോ, 15 ദിവസം കയ്യും കിട്ടുകയാണെങ്കിൽ. പഠിച്ചോനെ, അപ്പം തന്നെ എനിക്ക് ഭ്രാന്തായിട്ടോ. യുദ്ധം ഇപ്പം വേറെ എവിടെയാണ് നടക്കണത്, പക്ഷെ അതിൻ്റെ ഫലങ്ങൾ കിട്ടണതോ ഞമ്മക്കാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം ഇനി എവിടെ ചെന്ന് അവസാനിക്കാവോ. ഓരോന്നിനും വില കൂടിയിട്ടോ. ഇന്നലെ ഇപ്പം ഞങ്ങൾ ഒരു എണ്ണക്കടി മേടിച്ചു. 10 റുപ്യേൻ്റെ കടി ഇപ്പോൾ 12 റുപ്യായി. ഹോട്ടലുകളൊക്കെ അടയ്ക്കുകയാണ്. എന്താണാവോ. എന്തായാലും ലോക്ക്ഡൗൺ ഒക്കെ വരാനായ പോലെയാണ്. വരും, ഇങ്ങനെ പോവുകയാണെങ്കിൽ അതും വരും, പറയാനൊന്നുമില്ല. എന്തായാലും വരും പോലെ വരട്ടെ, അല്ലാപ്പം നോക്കിയിട്ട് കാര്യമല്ല. ഇപ്പം ഗ്യാസൊക്കെ കഴിഞ്ഞ് നമ്മളിഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. വിറക് തന്നെ ശരണം, വിറകും ഇല്ല. എന്തായാലും യുദ്ധമൊക്കെ ഒന്ന് അവസാനിച്ച് നല്ല രീതിയിലാവട്ടെ നമ്മളെ എല്ലാ രാജ്യങ്ങളും. അങ്ങനെ പിന്നെ ചായയും കടിയും ആയ ശേഷം പിന്നെ ഞാൻ വേഗം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ചിക്കൻ കറി പിന്നെ ഇന്നലെ വെച്ചതുണ്ട്, അതുകൊണ്ട് പിന്നെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇത്രയും മതി. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു പുളിമരം ഉണ്ടായിരുന്നു. ആ കുന്ത്രാണ്ടം ഉണ്ടാകുമ്പോൾ നല്ലോണം അടിക്കാൻ ചമ്മലും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പം പിന്നെ എത്രത്തോനെ അടിക്കാനൊന്നും ഇല്ല കേട്ടോ മുറ്റത്ത് ചമ്മലകൾ. ഞങ്ങൾ പിന്നെ റോഡൊക്കെ അടിച്ചു വരും കേട്ടോ. ഇപ്പോൾ എൻ്റെ ഭാഗത്തുള്ള ഏരിയ ഞാനടിക്കും. അങ്ങനെ ഓരോ വീടിൻ്റെ ഭാഗത്തുള്ള ഏരിയകൾ ഓരോരുത്തരടിക്കും കേട്ടോ. ഇന്നിപ്പോൾ ഞാനടിച്ചാൽ നാളെ ഞങ്ങൾ മുന്നത്തെ ആ വീട്ടുകാർ അടിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ റൂട്ടും കൂടെ അടിച്ചിട്ട് സുന്ദരനാക്കും. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും തേജുട്ടനും അവനൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞിട്ടാണ് വിളിക്കാൻ. അപ്പം എൻ്റെ മോൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. അതിങ്ങനെ നോക്കുകയാണ് ഞാൻ കേട്ടോ. നല്ല ചെരുപ്പാണ്, സിൽക്ക് പോൺസിൻ്റെ ചെരുപ്പില്ലേ, അതാണ് കേട്ടോ. അപ്പം ഞാൻ അത് എന്തെങ്കിലുമൊക്കെ വെച്ച് ഒട്ടിക്കണം എന്നുള്ളതിൽ ഇങ്ങനെ നോക്കുകയാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഓനത് കത്തിയോണ്ടോ ബ്ലേഡോണ്ടോ ഒന്ന് മുറിച്ചതാ തോന്നുന്നു. ആ ഒരു കോലത്തിലാണ് കിടക്കണത്. ഓൻ്റെ സ്വഭാവം വെച്ച് ഓനെ മുറിക്കും. ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് ഭ്രാന്തുള്ള കൂട്ടത്തിലാണ്. ഭ്രാന്ത് എന്ന് ഉദ്ദേശിച്ചത് വികൃതിയാണ് കേട്ടോ. ഞങ്ങൾ മലപ്പുറംകാർ അങ്ങനെയൊക്കെ തട്ടി വിടും, നോക്കണ്ട. ഇപ്പം തന്നെ നമ്മളെ തേജുട്ടനൊക്കെ എണീറ്റിട്ടുണ്ട്. അവന് പിന്നെ എണീറ്റ് ചാടിയൊക്കെ കഴിഞ്ഞ് ഓട് കളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. തേജുട്ടൻ എണീറ്റ് ഒന്ന് ചായ കുടിച്ചിട്ടുണ്ട്. പിന്നെയും കളിക്കാനൊക്കെ പോയി വന്ന ശേഷം പിന്നെ ഓൻ ഒറ്റയ്ക്ക് ചായയൊക്കെ എടുത്ത് കലക്കുകയാണ് കേട്ടോ. പഞ്ചസാരൊക്കെ ഇട്ട് കലക്കണുണ്ട്. നല്ല പണിയിലാണ് ആള്. ചായ കുടിക്കാൻ എന്താ ഉണ്ടായത് ഇപ്പോൾ പറ. പുട്ടിന് ചായ രാവിലെ അങ്ങ് പുട്ടേന്നു. എന്തേന്നു കടി? ചിക്കൻ കറി. അപ്പൊ ചായ കുടിച്ചിട്ടില്ല രാവിലെ? അമ്മ കുടിച്ചില്ല, ഞാൻ കുടിച്ചു. ഞാന് കുടിക്കണത് നോക്കണ്ട, കുട്ടികൾ കുടിക്കാൻ പാടില്ല, ഒരു വെള്ളം കുടിക്കണം. എന്റെ മുറിയൊക്കെ മാറിയോ നോട്ടെ? സ്കൂളിക്ക് പോവാൻ, അങ്കലാടിക്ക് പോവാനായോ? ആയോ? ആയിട്ടില്ല. എന്റെ അങ്കലവാടി കഴിഞ്ഞുല്ലേ, ഒരു മുറി കൊണ്ട്. ഇനി സ്കൂളിക്ക് പോവാല്ലേ നേരെ അല്ലേ? ആളങ്ങനെ കളിച്ച് നടക്കും കേട്ടോ. അലമ്പും കാര്യമൊന്നുമില്ല. ദാഹിക്കുമ്പോൾ വരും, വിശക്കുമ്പോൾ വരും. അതിനെ പിന്നെ വലിയ സമാധാനമാണ്. ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ കുടിവെള്ളം ചോറും കറിയും എൻ്റെ ഭഗവാനെ, എൻ്റെ പടച്ചോനെ, എൻ്റെ കർത്താവേ, എല്ലാം ഇതിലാവണം. അപ്പം അങ്ങനെ വെള്ളം വെച്ചതാണ്. നമ്മൾ കുടിവെള്ളത്തിന് മുക്കണം. അപ്പോൾ കുടിവെള്ളത്തിനുള്ള സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം മുക്കിയ ശേഷം പിന്നെ ഞാൻ ഫസ്റ്റ് വെച്ചത് കറിയാണ് കേട്ടോ. ചോറ് പിന്നെ കുറച്ചുകൂടെ നേരം വൈകിട്ട് വെക്കാമെന്ന് വെച്ചു. കാരണം ഒന്നായിട്ട് വെക്കുകയാണല്ലോ, ഗ്യാസും ഇല്ല. ഇത്തിരി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിൽ വയ്ക്കുന്ന ആദ്യം. അപ്പം ഞാൻ അത് പറ്റൂലല്ലോ. അപ്പം ഞാൻ കറിയൊക്കെ ആയിട്ട് വേഗം ചക്കക്കുരും തക്കാളിയാണ്. അപ്പോൾ അത് ഞാൻ കരിയുള്ള പാത്രം അടുക്കളയിൽ കൊണ്ടുപോകണമെങ്കിൽ വലിയ തീർപ്പതിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നമ്മളെ ഗ്യാസും വയ്ക്കുന്ന കുക്കറിൽ വെച്ചാൽ ഒഴിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടാവില്ല, കറിപ്പാത്രം, അതിക്ക് മാറ്റിയിട്ട് കൊണ്ടുവയ്ക്കുക കേട്ടോ. അപ്പോൾ പിന്നെ കരിയും പിടിക്കൂല, കഴുകിയും വയ്ക്കാമല്ലോ. ടണ്ടറായം. അപ്പം അങ്ങനെ മാറ്റി വെച്ച് നമ്മൾ അടുക്കളയിൽ ഇത് കൊണ്ടുവയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇങ്ങനെ ഓരോ പ്രാന്ത് ചെയ്യണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മളെ ഓരോ പ്രാന്താണിത്. പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ. വെള്ളം മുക്കി കറിയായി. ഇനിയിപ്പോൾ അരി ഇടണം. കറിയും ചമ്മന്തി മാത്രമേ ഉള്ളൂ കേട്ടെന്ന്. മക്കൾക്ക് പിന്നെ എന്തെങ്കിലും മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. വേറെ ഒന്നും കൊടുത്തിട്ടില്ല. എന്താ കൊണ്ടുവന്ന് വെച്ചാൽ അതറുണ്ടാക്കും, അത്രേ ഉള്ളൂ. ഞങ്ങൾ 2 കാർഡമത്തെ അരി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ അരി ഞങ്ങൾക്ക് കിട്ടും. സമാധാനം, അരി മേടിക്കണ്ടല്ലോ, കരിഞ്ചന്ത.
എന്ത് കളഞ്ഞൂന്നോ കഴിഞ്ഞൂന്നോ കരിഞ്ഞൂന്നോ കളഞ്ഞോ കളയാൻ പറഞ്ഞോ ചോദിച്ചോക്കട്ടെ. അങ്ങനെ തേജുട്ടൻ്റെ ഒരു പരാതിയൊക്കെ തീർത്ത് വന്നതാട്ടോ. അപ്പോഴേക്കും നമ്മളെ ഹരിതകർമ്മസേന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ. അപ്പോൾ തേജുട്ടൻ പറയും ഞാൻ കൊണ്ടുവച്ചുകൊണ്ട് എന്നുള്ള വാശിയിലാട്ടോ. ഇജ്ജ് കൊണ്ടുവച്ചോ എന്ന് പറയുന്നുണ്ട് ഞാൻ അവനോട്. അപ്പോൾ ഇതും കൂടി കൊണ്ടുപോയിക്കോന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ പുറക്കി വെക്കുന്നുണ്ട്. ആള് ചെറുതാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ആൾ ഉഷാറാട്ടോ. എല്ലാ ഇതിനും ഓന് കഴിയും പോലെ ഓൻ കൂടി തരും കേട്ടോ. അപ്പോൾ വേസ്റ്റൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വൃത്തിയിലാക്കിയിട്ട് ഓന് കെട്ടി കൊടുക്കുന്നുണ്ട്. കൊണ്ടുപോട്ടവനാടേ ഓനും ചെയ്യട്ടെ. വീട്ടിലെ പണികൾ എല്ലാവരും ചെയ്യേണ്ടതല്ലേ. സുപ്രീം കോടതി വരെ ഉത്തരവിട്ടു വീട്ടിലെ ജോലികൾ ഭർത്താവും കൂടെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മളെ മക്കളും അതൊക്കെ കണ്ടു പഠിക്കട്ടെ. പൊന്തുവോ? അങ്ങനെ നമ്മളെ തേജുട്ടനാണ് കേട്ടോ ഇന്നത്തെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവയ്ക്കണത്. ഇവിടെ വെച്ചാൽ മതി, പക്ഷെ മൂപ്പർക്ക് അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുവയ്ക്കാണ് കേട്ടോ. അങ്ങനെ ആള് അതൊക്കെ ചെയ്ത് നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ തേച്ചിട്ട് രണ്ടാമത്തെ ട്രിപ്പും കൂടെ കൊണ്ടുവയ്ക്കുക കേട്ടോ. എത്ര സിമ്പിളായിട്ടാലോ കൊണ്ടുവയ്ക്കണത്, നല്ല ആസ്വദിച്ച് ചെയ്യാണ്. ഓൻ്റെ പണികളോന് ആസ്വദിച്ച് ചെയ്യും. വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടല്ലോ, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്കും കൂടെ ഒന്നിട്ട് ചെയ്തോളി കേട്ടോ. അതൊക്കെ രസമല്ലേ, അതൊരു കമൻറ്റ് കൊണ്ട് നമുക്ക് ഒരു പുഞ്ചിരിയായിട്ട് കിട്ടുമല്ലോ. അങ്ങനെ ഹരിതകർമ്മസേനയും കാര്യങ്ങളൊക്കെ വന്ന് പോയ ശേഷം നമ്മൾ ചോറൊക്കെ റെഡി ആയിട്ടോ. ഇനി വൈകുന്നേരത്തിനും രാവിലെ ഉച്ചയ്ക്കുള്ള ചോറൊക്കെ റെഡി ആയി. അതിൻ്റെ ഒരു സമാധാനമാണ് കേട്ടോ. ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പറയണ്ടല്ലോ, അതെല്ലാവർക്കും ഉള്ളൊരു സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ ഇറ്റിട്ടോ ഇപ്പം ഭ്രാന്തായിന്. ഇതിലൊരു സമാധാനം, എല്ലാവരും പണി ഒരുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സമാധാനമാണ്. ഇനി ഇതുമ്പോൾ ഉണ്ടാക്കാനുള്ള പരിപാടി വരരുത് എന്നാണ്. കാരണം ഒരു ദിവസം മൊത്തം അമ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ അതോട് തീർന്നു. അങ്ങനെ ഫുഡൊക്കെ ആയി ഞാൻ ചോറിന് കേട്ടോ. ഞാൻ പറഞ്ഞ സ്പെഷ്യലായിട്ടൊന്നുമില്ല, ചക്കക്കുരു കറിയും ചമ്മന്തിയും അല്ല, പിന്നെ അതൊക്കെ മതി. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ്. എന്നും സ്പെഷ്യലായാൽ ഒരു രസമല്ലല്ലോ, ഇടയ്ക്കൊരു ചേഞ്ചൊക്കെ നല്ലതാ. അപ്പോൾ എന്തായാലും ഞാൻ തിന്നട്ടെ, നിങ്ങളൊക്കെ കഴിച്ചാവല്ലേ? കഴിച്ചില്ലെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കഴിച്ചോളി, ഉച്ചയായില്ലേ. നമുക്ക് പിന്നെ ചോറാണ് കേട്ടോ മെയിൻ. ചോറ് കിട്ടണം. ഇനി രാവിലത്തെ കടിയും കാര്യങ്ങളൊന്നും തിന്നാലൊന്നും മിക്കൊന്നും വളറിയില്ല കേട്ടോ. ഈ ചോറ് തന്നെ തിന്നണം, നമ്മൾ റേഷൻ അരി എടുത്ത് തിന്നണം, എന്തെങ്കിലും സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മളെ വെയിലിൻ്റെ ചൂടുകൊണ്ട് കണ്ടില്ലേ തേങ്ങ ഒക്കെ ഇങ്ങോട്ട് കൊഴിഞ്ഞടിയാണ് കേട്ടോ. ഞാൻ അത് പൊറുക്കി വെക്കണം. അപ്പോൾ അവനീനോട് പറഞ്ഞു മോളെ അവനിക്കേ അതൊന്ന് പൊറുക്കി കൊണ്ടൊക്കെ തരണം. അങ്ങനെ കേൾക്കലൊന്നുമില്ല പണി, പക്ഷെ ഇന്നെന്തോ ഭാഗ്യത്തിന് ആള് കേട്ടിട്ടുണ്ട് കേട്ടോ. അതന്നെ വലിയ സമാധാനം. ഉള്ളത് കേട്ടാൽ മതി. അപ്പോൾ ഇന്നെ കുറ്റം പറയുകയാണില്ലേ അറിയും. കുറ്റം എന്നല്ല, കാര്യം പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ വൈകുന്നേരം ഒരു 3 മണി 4 മണി, വൈകുന്നേരം അല്ല കേട്ടോ, 4 മണിയൊക്കെ ആയിണ്ടാവും. എൻ്റെ സ്പൈഡർമാൻ അതാ വരുന്ന്, ആ പോണ് അതാണ് പരിപാടി. പെരയിൽ നിൽക്കാൻ ഓനക്ക് സമയമല്ല, ചുരുക്കി പറഞ്ഞാൽ അതാണ്. പിന്നെ ആളിപ്പോൾ സ്പൈഡർമാനല്ലേ, പെരയിൽ നിൽക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒരു 3 മണി 4 മണിക്ക് ശേഷം നമ്മുടെ കാലാവസ്ഥ അങ്ങോട്ട് മാറിട്ടോ. നല്ല പെരും മഴ പറഞ്ഞാൽ പെരും മഴ. ഇപ്പം മഴയല്ലേ, പിന്നെ അങ്ങോട്ട് തുടങ്ങി പെരും കാറ്റ്. ഞാൻ പറഞ്ഞില്ലേ കാറ്റും കട്ടടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അത്യാവശ്യം നല്ല ഇടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തകർത്ത് പെയ്യണ മഴയും തകർത്തടിക്കണ കാറ്റും തകർത്ത ഇടിയും. അങ്ങനെ ഇന്നത്തെ കാറ്റിന് കണ്ടില്ലേ, ഞങ്ങളവിടെയൊക്കെ മരങ്ങളൊക്കെ മൊത്തം ഒരു പ്ലാവുണ്ട് ഉണങ്ങിയത്, അതൊക്കെ പൊട്ടിക്കൊഴിഞ്ഞാടി ഷീറ്റൊക്കെ പാറി. റോഡ് കണ്ടോ, റോഡ് മൊത്തത്തിൽ ആകെ പരന്നണ്. വെള്ളമൊക്കെ ഇതിലേറെ മഴ ഉണ്ടായിട്ടോ. മഴയൊക്കെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞു. അപ്പോഴാണ് ഞാനൊന്ന് വീഡിയോ എടുക്കണത്. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അവസ്ഥ. അപ്പം ഞാൻ മഴയൊക്കെ ചോർന്ന് കഴിഞ്ഞ ശേഷം വീട്ടിൽ വിളിച്ച പോൽക്കൊക്കെ അവിടെ ആലിമ്പഴവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം അതും നല്ലൊരു രസമായി. ചുരുക്കി പറഞ്ഞാൽ വേനൽ മഴ അങ്ങോട്ട് തകർത്തു എന്നോട് പറയാട്ടോ. അങ്ങനെ ഇന്ന് കറണ്ടും കൂടെ അല്ല, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി. ഞാൻ പറഞ്ഞില്ലേ
അടിപൊളിയായി. അങ്ങനെ പിന്നെ വൈകിട്ട് പിന്നെ വീണ്ടും ഞാൻ അടുക്കളയ്ക്ക് കയറിയിട്ടോ. തേജുട്ടന് മുട്ട വേണം, അവനിക്ക് മുട്ട ബുൾസൈ വേണം. തേജുട്ടന് മുട്ടയിൽ മുട്ട ബിരിയാണിയാണ് വേണ്ടത്. ഞങ്ങളെ മുട്ട ബിരിയാണി എങ്ങനെയാണെന്നോ, ഉള്ളി വാട്ടുക, എണ്ണയിൽ ഉള്ളി വാട്ടുക, അതിൽ മുട്ട ചിക്കി കുത്തിയിടുക, ചോറിടുക, നെയ്യ് ഒഴിക്കാണ്ട് ഇളക്കി കൊടുക്കുക. അതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കറണ്ടില്ലാന്ന്, കറണ്ട് പോയി. ഇനിയിപ്പോൾ നാളെ വരുന്നുണ്ടാവുള്ളൂ. ഇന്നത്തെ കറണ്ടിൻ്റെ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇരുട്ടത്താണ് ഞങ്ങളെ പരിപാടി, മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങൾ ഇന്നത്തെ